നാളെ മുതൽ റമദാൻ ഷരീഫ് ആരംഭിക്കുകയാണ്. ഇന്ന് റമദാനിന്റെ ഒന്നാമത്തെ രാവാണ്. സൂറത്തുൽ ഫത്ഹ് ഓതാൻ മറന്നു പോകരുത്. എല്ലാവരും ഓതണം, ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം, പ്രാർത്ഥനയിൽ നിരതമാകണം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ആദ്യത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് ഒരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. ആ നോട്ടം ലഭിച്ചാൽ പിന്നെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, ഒരു പ്രയാസം ഉണ്ടാവൂല, അവനൊരു ശിക്ഷയും അനുഭവിക്കൂല. ആ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണോ. ഈ റമദാനിന്റെ ഒന്നാമത്തെ രാവ് തന്നെ വലിയ മഹത്വമുള്ള രാവാണ്. തറാവീഹ് നഷ്ടപ്പെടുത്തരുത്. വീടുകളൊക്കെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. പെരുന്നാളിനുള്ള പർച്ചേസിംഗും തിരക്കൊക്കെ ആയിട്ട് നമ്മൾ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. പെരുന്നാളിന്റെ പർച്ചേസ് ഒക്കെ നേരത്തെ ചെയ്യാം. പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പകല് എടുത്ത് ഒക്കെ സെറ്റാക്കി രാത്രി മുതൽ ഇബാദത്തിനായി ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഖുർആൻ പാരായണം നല്ലോണം ഓതണം. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, മഹദി നമുക്ക് മാതൃകയാണ്. കിടക്കാനുള്ള ഖബറിൽ ആ ഖബർ നേരത്തെ കുഴിച്ചു വെച്ച് ആ ഖബറിൽ ഇരുന്ന് 300 ഖത്ം തീർത്തവരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ, ആ മഹദി നമുക്ക് മാതൃകയാണ്. മഹാനരായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു കാമൽ നിന്നിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആ പവിത്രമായ മാലയിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു കാലുമൽ നിന്നിട്ട് ഖത്തം തീർത്ത മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആ പവിത്രമായ സംഭവം. പ്രിയമുള്ളവരെ, നമ്മൾ റമദാൻ ഷരീഫിലെങ്കിലും ഖത്ം തീർക്കണം ഇൻഷാ അല്ലാഹ്. ഒരു 3 ഖത്ം, അതല്ലെങ്കിൽ ഒരു ഖത്മെങ്കിലും നമ്മൾ ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 ഖത്ം തീർക്കണമെങ്കിൽ ഒരു ദിവസം എത്ര ജുസ് ഓതണം? നിങ്ങൾ പറയും. ഒരുപാട് ആളുകൾ ഇന്ന് ലൈവിൽ കുറവുണ്ട്. തിരക്കൊണ്ടായിക്കോ എന്താണെന്നറിയില്ല. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ മജ്‌ലിസ് നഷ്ടപ്പെടുത്തരുത് വാപ്പമാരെ. ഇത് നമുക്കൊരു പിടിവള്ളിയാണ്, ഇത് നമുക്കൊരു കാവലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നേരത്തെ ഉർദുൽ ലത്തീഫ് ചൊല്ലുന്നൊക്കെ സാധാരണ തുടങ്ങുന്ന പോലെ 5:50 തുടങ്ങി ഉർദുൽ ലത്തീഫ് ഒക്കെ നേരത്തെ ചൊല്ലും എന്ന് പറഞ്ഞിരുന്നു. നോമ്പാണെങ്കിൽ ഇന്ന് നോമ്പല്ലാത്തത് കൊണ്ട് പിന്നെ സാധാരണ പോലെ അങ്ങനെ പോയതാണ്. ഇൻഷാ അല്ലാഹ് 5:50 മജ്‌ലിസ് ആരംഭിച്ച് ഉർദുൽ ലത്തീഫ് ഒക്കെ നേരത്തെ ചൊല്ലി അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ മജ്‌ലിസ് റമദാൻ 30 ദിവസവും റമദാൻ മുഴുവനായി നേർച്ചയാക്കി കൂടാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാറണം, മുറാദ് ഹാസിലാവണം, പ്രയാസം തീരണം. അതിന് റമദാനിൽ ഉർദുൽ ലത്തീഫ് നേർച്ചയാക്കണം എന്നുള്ള കരുതലോടെ. അതല്ലെങ്കിൽ നേർച്ചയാക്കാൻ കഴിയില്ലെങ്കിൽ റമദാൻ മൊത്തം ഞാനിത് ചൊല്ലുന്ന നെയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാനിരുന്നോളി, മജ്‌ലിസിൽ കൂടിക്കോളി. അള്ളാഹു വെറുതെയാക്കൂല. ഇത് വല്ലാത്തൊരു മഹത്വമുള്ള വിർദാണ് ഉർദുൽ ലത്തീഫ്. കാരണം മുത്തുനബി തങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ പറഞ്ഞതാണ്. അതാണ് നമ്മൾ ചൊല്ലുന്നത്, അതാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അത് കൃത്യമായി ചൊല്ലുന്നവർ, മുടങ്ങാതെ ചൊല്ലുന്നവർ, അവർക്ക് അതിന്റെ ഫലവും കിട്ടുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പടച്ചോനെ വർഷങ്ങളായി നമ്മുടെ മജ്‌ലിസിൽ സ്ഥിരമായി കൂടുന്നതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും പരിസരങ്ങളിലേക്കൊക്കെ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലേക്കൊക്കെ ഈ മജ്‌ലിസിന്റെ സന്ദേശം കൈമാറി എല്ലാരോടും കൂടാൻ പറയണം, എല്ലാരോടും പങ്കെടുക്കാൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ആള് കുറയാറുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും നമ്മൾ തിരക്കുണ്ടാവുമ്പോ ചെല്ലാതിരിക്കുക, ഒഴിവുണ്ടാവുമ്പോ ചൊല്ല, അങ്ങനെ ആവരുത്. എല്ലാ സമയത്തും ഇത് പതിവാക്കുന്നവരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അസ്മാഉൽ ബദ്ർ ചൊല്ലണോ.